ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ 4 വർഷത്തെ ജേർണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് തിരിച്ച് പോകാൻ പോവാണ്. കേരളത്തിലോട്ട് പോകാൻ പോവാണ്. പക്ഷേ എക്സാമൊക്കെ ഇന്നലത്തോടൊപ്പം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് പ്രാക്ടിക്കലുണ്ട്. പക്ഷേ പകുതി ലഗേജായിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. നമുക്ക് പ്രാക്ടിക്കലുണ്ട്, കമ്മ്യൂണിറ്റി OBG. അപ്പം ആ സമയത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് പോയി വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വൃത്തിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കാം. നമുക്ക് നോക്കാം എവിടം വരെയായി, എന്തൊക്കെ പാക്കിംഗ് എന്നൊക്കെ. ഹായ് അല്ലിണ്ട, എന്താ മോനെ? നമ്മൾ പോവാൻ പോവല്ലേ? അതെ, സങ്കടമുണ്ടോ? ചെറുതായിട്ട്. ലൈറ്റ് ഇടട്ടെ? ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇടാം കേസ്. ചെറുതായിട്ട് വിഷമമുണ്ടല്ലേ? എൻ്റെ കേസ് ഇവിടെയൊക്കെ ഞങ്ങളുടെ സാധനവും ഫോട്ടോയൊക്കെ ആയിരുന്നു, എല്ലാം കാലിയാക്കി. ഇതൊക്കെ ജൂനിയേഴ്സിൻ്റെ ലഗേജാണ്. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് കുക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ വരുമ്പോഴത്തേക്കിനെ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ നമ്മുടെ റൂം ഇതിപ്പം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. ബെഡ് മടക്കി വെച്ചിട്ട് പോയാൽ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും പാറ്റയൊക്കെ കയറി വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. പിന്നെ കുറച്ചൊക്കെ വൃത്തിയാക്കി, എല്ലാം കുറേയൊക്കെ പറ്റുന്നത്രയൊക്കെ വൃത്തിയാക്കി. പിന്നെ കുറേ ലഗേജൊക്കെ എടുത്തിട്ടുണ്ട്. അറിയാലോ ബാംഗ്ലൂരത്തെ ഇതിൻ്റെ അവസ്ഥ, ട്രെയിനിൽ നിന്ന് കേരളത്തിലോട്ട് പോകാനുള്ള ട്രെയിനിൻ്റെ അവസ്ഥ അറിയാലോ. പിന്നെ ഈ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്നാണ് നമ്മുടെ ഹാളായിരുന്നു. ഇതാ കേട്ടോ, നമ്മളിങ്ങനെ ഇത്രയും നമുക്ക് കൊണ്ടുപോകാനുള്ള ലഗേജസ്. ഇത്രയും നമ്മൾ ലോക്കൽ കയറ്റി കൊണ്ടുപോകണം. എന്തോ ആവുമെന്ന് അറിയത്തില്ല അവസ്ഥ. പിന്നെ നമ്മുടെ പൂജാമുറിയായിരുന്നു ഗൈസ്. ഇപ്പം കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചേക്കുക. ദൈവങ്ങളൊക്കെ ഉണ്ട്. എന്തുവാ നോക്കുന്നേ? ബാഗാണോ? അത് നിൻ്റെ ആയിരുന്നോ? നമുക്ക് താഴെ എന്തോ നോക്കിയിട്ട് വരാം. നമുക്ക് താഴെ എന്തോ നോക്കിയിട്ട് വരാം ഗൈസ്. താഴെ അവരാണെന്നുണ്ടെങ്കിൽ പോകാനുള്ള പ്രിപ്പറേഷനാണ്. വ്ലോഗാ മോനെ? അയ്യോ, എല്ലാം കാലിയാച്ചു ഗൈസ്. ഹലോ ഗൈസ്, ഒക്കെ ഞാൻ റെഡി ആയി ഗൈസ്. ഇതാണ് എൻ്റെ ലുക്ക് ഗൈസ്. ഇതാണ് അല്ലിയുടെ ഗൈസ്. അതിന് ഒരുങ്ങിയിട്ടില്ല ഗൈസ്. അവള് ഞാൻ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോവാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ആകുമ്പോൾ നമുക്ക് 16 ഫോട്ടോയ്ക്ക് 100 രൂപയുള്ളൂ. നാട്ടിലാകുമ്പോൾ 4 or 6 ഫോട്ടോയ്ക്കാണ് 150 തോന്നുന്നു അത്രയും വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഊബർ ബുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം. അല്ലേ കൃപേ? പിന്നെ അല്ലാതെ കൃപയ്ക്ക് ഇന്നലത്തെ ഇൻട്രസിറ്റിക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എവിടെ പോവാം? അതെ, ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ടാറ്റാ. എന്റെ ദൈവമേ, ഇതാ ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. എന്റെ മടിയിൽ കുറേ ബാഗുണ്ട്. മെറിയുടെ മടിയിലുണ്ട്. ദേണ്ട കൃപ ഫ്രണ്ടിൽ കുറേ. പിന്നെ വലിയ സുഖത്തിലിരിക്കുന്നു. ഇടി ഇവളുടെ കുറച്ച് പൊക്കങ്ങി ഇരിക്കാൻ പറ്റും, ഇവിടെ വെക്കാൻ പറ്റില്ല ലഗേജ്. ഞാൻ ഫ്രണ്ടിൽ കയറിയായിരുന്നല്ലേ? വെറുതെ ഫ്രണ്ടിൽ കയറ്റിയാൽ മതിയായിരുന്നു. അത് ശരിയാ. അലീനെ ഫ്രണ്ട് കയറ്റിയായിരുന്നു. നീ കുഞ്ഞല്ലേ? ഈ ചേട്ടന്റെ ചോദിച്ചു ഫ്രണ്ട് കയറ്റാൻ. നമ്മളിപ്പോ പോയെന്ന് പറ. ഇനിയിപ്പോ നമ്മള് സേഫ് ആയിട്ടിരിക്കുവോ? പോവാ. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കുറവ് ഇതൊക്കെ കൊണ്ട് നമുക്ക് കേറാൻ പറ്റൂലല്ലേ? വിശ്വാസ പ്രമാണം പഠിച്ചു പോവാം. ഞാൻ പറഞ്ഞിട്ട് 2 കൽപ്പിച്ച് സ്ലീപ്പർ കയറിയാലോ? എന്നിട്ട് ഫൈൻ അടച്ചിട്ട് എത്ര രൂപ? ഒരാളുടെ 2000 മേടിക്കുന്നേ. അതിലും ഭേദം മര്യാദക്ക് മറ്റേ ബുക്ക് ചെയ്ത് പോയാൽ പോരായിരുന്നു. അത് ഇവിടെ കേറി ഇവിടെ ഉള്ള
നമ്മൾ പോവാ ഗൈസ്. നമ്മുടെ ഹോസ്റ്റലിൽ വിട്ട് പോവാ ഗൈസ്. ഇപ്പം നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിട്ട് സീറ്റ് എങ്ങനെയും പിടിക്കണമെന്നാണ്. പക്ഷെ എന്തുവാകുമെന്ന് അറിയത്തില്ല. നമ്മുടെ കൂട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നുണ്ടായിരിക്കുമല്ലോ. ഈ വർഷം 3 ലക്ഷത്തി സംതിങ് എത്രയോ പിള്ളേരാണ് ഫോർത്ത് ഇയർ BSc നഴ്സിംഗിന്റെ എക്സാം എഴുതി കഴിഞ്ഞേക്കുന്നത്. അപ്പൊ ഇന്നലെയായിരുന്നു എക്സാം കഴിഞ്ഞത്. അപ്പൊ ഇന്നലെ കുറെ പേര് കയറി പോയിട്ടുണ്ട്. ഇന്നും കുറെ പേര് കാണുമല്ലോ. എന്തായാലും നല്ല തിരക്കായിരിക്കും. അത് മാത്രമല്ല GNMന്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞത് ഇന്നലെയാണ്. കുറേ പിള്ളേരുണ്ട്. നമ്മുടെ ബാംഗ്ലൂരിൽ ഓൾമോസ്റ്റ് ഒരു 80% മലയാളീസ് ആണ് സ്റ്റുഡൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല റഷാ. GNMമാരും കാണും. അവർക്ക് പ്രാക്ടിക്കൽ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അവരും പ്ലാൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പം എന്തോന്നു അറിയത്തില്ല. ഞങ്ങൾ കെങ്കേരിയിലോട്ട് എല്ലാവരും വരുന്നത്. കാരണം ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈസൂരിൽ നിന്നാണ്. കെങ്കേരി പിന്നെ കഴിഞ്ഞിട്ടാണ് റഷ്. പിന്നെ കെങ്കേരി കഴിഞ്ഞിട്ടാണ് മജസ്റ്റിക്. അത് കാരണം ഇപ്രാവശ്യം എല്ലാവരും പ്ലാൻ ചെയ്ത് കെങ്കേരി പോയിട്ട് കയറാന്നുള്ള പ്ലാൻ. അവിടെ ഇത്തവണ ഭയങ്കര തിരക്കായിരിക്കും തോന്നുന്നു. നോക്കാം നമുക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് കെങ്കേരി എവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് അതുവഴി ഒരു ജെറ്റ് പോകുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോ എവിടെ എത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, ജാലഹള്ളി കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, മറ്റേ എയർപോർട്ട് കഴിഞ്ഞു. ബാംഗ്ലൂർ ആകാശം നോക്കി എന്താ അയ്യോ ഭയങ്കര വ്യത്യാസമാണല്ലോ നാട്ടിൽ. അതെ, പച്ചപ്പ് നിറഞ്ഞ ബാംഗ്ലൂരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഏതോ ഉള്ള സ്ഥലമാ. നിർത്തിയിട്ട് ഈ ഗ്രൗണ്ടിന്റെ അവിടെ ഒരു സെലിബ്രിറ്റിയാണ്. ആൾക്കാർ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട് സോനുനിക ആണെന്നാണ് എന്റെ ഒരു ധാരണ. പുള്ളിക്കാരൻ ഈ ഏരിയയിലൊക്കെ ആരായിരിക്കും? ചേട്ടാ ഈ ചേട്ടന്റെ സൈഡിൽ കൊണ്ട് നിർത്താൻ പറ്റും. ചേട്ടൻ മാക്സിമം സൈഡിൽ കൂടെ പോകാനാ നോക്കുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? അതിന്റെ അകത്ത് ആരാന്ന് അറിയത്തില്ല. ആടെ പുള്ളി കാണാൻ ഓടിയതാ. ആരെ കാണാനാ ചേട്ടാ ഓടുന്ന? ആരാത്? അയാളെ കാണാൻ പോവാ. പ്ലീസ് ഒന്ന് കൊണ്ടോ ആ വണ്ടിയുടെ ആരാന്ന് കാണാൻ നമ്മൾ രണ്ടുപേരും പോക്കോ. ചേട്ടാ പ്ലീസ് ഈ സൈഡിൽ കൂടെ. ചേട്ടാ പ്ലീസ്. തൊട്ടവന്റെ വണ്ടിയുടെ പുറകിൽ അത് നോക്കാം. തൊട്ട പുറകില്ല, പക്ഷെ ഫ്രണ്ടിൽ ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവനെ കണ്ടോ? ചേട്ടാ പ്ലീസ് ചേട്ടാ. അയ്യോ ചേട്ടാ പ്ലീസ് ചേട്ടാ പോ ചേട്ടാ. ചേട്ടാ പുറകിനെ പോ. ഈ വഴി കേട്ടോ ചേട്ടാ. ഇങ്ങനെ പോവാൻ പറ്റുമോ? ഈ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ആരാ? ഒന്നും മിണ്ടായിരുന്നു. എവിടുന്നോ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഹരിപ്പാടെത്തി. ആകെ ട്രെയിനിൻ്റെ അകത്തുള്ള വ്യൂവും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. എവിടേക്കോ ഇരുന്നും കടന്നൊക്കെയാ വന്നത്. എന്തുവാ സംഭവിച്ചത്, എന്തുവാ പറ്റിയതൊന്നും അറിയത്തില്ല. കാലും കൈയും ഒക്കെ നീരും വെച്ച് വയ്യ. രാവിലെ വെളുപ്പിന് ഒരു 5 മണി എന്തോ ആയി ഇരിക്കാൻ സീറ്റ് കിട്ടിയപ്പം. ഇന്നലെ 2:40 അല്ല 3:05 ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. 3:05 കയറിയത് അതിൻ്റെ അകത്ത്. എന്നിട്ട് 5 മണിക്കാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പിലത്തെ കുറച്ച് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ അത് ഇത്രയും നമ്മുടെ ലഗേജാണ്. വീട്ടിൽ നിന്ന് അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേനും കയറി പോകും. വയ്യ, തീരെ വയ്യ. ദേഹം മൊത്തം ഭയങ്കര അഴുക്കാണ്. ഇനി ചെന്നൊന്ന് കുളിച്ച്, എനിക്ക് കഴിക്കാൻ പോലും വേണ്ട, കുളിച്ചിട്ടൊന്ന് ഉറങ്ങിയാൽ മാത്രം മതി. സൗണ്ടൊക്കെ മാറി. ഇനിയിപ്പോൾ പെട്ടെന്ന് പനിയൊക്കെ പിടിക്കും. അപ്പോൾ
ഇനി എന്താ, ഇനി 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കോളേജിൽ പോകണം. പ്രാക്ടിക്കൽ എക്സാം കൂടെ പെൻഡിങ് ഒക്കെ ഉണ്ട്. പറ്റുന്നത്ര ഇത്ര ലഗേജ് ലോക്കലിൽ കയറ്റാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. എങ്ങനെയൊക്കെയോ കയറ്റി കൊണ്ടുവന്നതാണ്. ഇനിയും ഉണ്ട് ലഗേജ് ഒരു കുന്ന്. ഇനിയിപ്പം റിസർവ് ചെയ്ത് വരാൻ നോക്കിയപ്പോഴത്തേക്കിനും ടിക്കറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇനി വരുമ്പോഴത്തേക്കിനും റിസർവ് ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ.